സമയം രാത്രിയാണ്. ഒരു പല്ലക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ പുതിയതായി കല്യാണമായ പെണ്ണിരിക്കുകയാണ്. സച്ചുണ്ണി ആ പല്ലക്ക് നോക്കി. എന്നിട്ട് ആ പല്ലക്കിനകത്തേക്ക് സച്ചുണ്ണി കേറി. കല്യാണ പെണ്ണ് പല്ലക്കിൽ സച്ചുണ്ണിയെ കണ്ടിട്ട് പേടിച്ചു പോയി. ചുവന്ന സാരി, മുടി പിരിച്ചിട്ടിരിക്കുന്നു. പിന്നെ കൺമഷി കൊണ്ട് വരയപ്പെട്ട കണ്ണ് കണ്ടിട്ട് കല്യാണ പെണ്ണ് നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. ആരെങ്കിലും എന്നെ രക്ഷിക്കണേ! സച്ചുണ്ണി ആ കല്യാണ പെണ്ണിന്റെ ശരീരത്തിൽ കേറി. കല്യാണ പെണ്ണ് നിലവിളിക്കുന്ന ശബ്ദം കേട്ട് പല്ലക്ക് എടുത്തുകൊണ്ട് വന്നവർ പല്ലക്കിലേക്ക് നോക്കി. അവർ നോക്കിയപ്പോൾ കല്യാണ പെണ്ണ് തല കുനിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളെടുത്ത് പറയൂ. പല്ലക്ക് എടുത്തുകൊണ്ട് വന്ന ആൾ ഇത് ചോദിച്ചതിന് ശേഷം പോലും കല്യാണ പെണ്ണ് ഒന്നും പറഞ്ഞില്ല. പല്ലക്കിലെ ആള് പറഞ്ഞത് അവൾ കേൾക്കാത്തതുപോലെ ഇരുന്നു. നിങ്ങൾ എന്തിനാ ഏതും സംസാരിക്കാത്തത്? കുറച്ച് സമയം മുൻപ് നിങ്ങൾ നിലവിളിച്ചു. എന്തെങ്കിലും പ്രശ്നമെങ്കിൽ പറയൂ. ചേടാ വിടറാ, കല്യാണ പെണ്ണല്ലേ, നാണിക്കുന്നു. ഗ്രാമത്തിൽ ആരെങ്കിലും നിലവിളിച്ചിരിക്കും, ആ ശബ്ദമാണ് കേട്ടിട്ടുണ്ടാവും. പല്ലക്കെടുക്കുന്നവരോട് കല്യാണ പെണ്ണ് ഒരു മറുപടിയും പറഞ്ഞില്ല. പല്ലക്കെടുക്കുന്നവർ വീണ്ടും പല്ലക്കിനെ എടുത്തു. എന്നിട്ട് നടക്കാൻ തുടങ്ങി. ചേടാ, മുൻപേക്കാളും ഈ പല്ലക്ക് കുറച്ച് വെയിറ്റ് കൂടിയല്ലേ? ഇങ്ങനെയൊക്കെ സംസാരിക്കല്ലേ. കല്യാണ പെണ്ണിന്റെ കാതിൽ വീഴുന്നാൽ സങ്കടപ്പെടും. നന്നായിട്ട് കഴിക്കുമെന്ന് തോന്നുന്നു. പല്ലക്ക് രഥന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. രഥന്റെ വീട് രംഗോലി, പൂക്കൾ, പിന്നെ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. പല്ലക്കിൽ നിന്നും രഥന്റെ കല്യാണ പെണ്ണ് ഋഷിത താഴേക്കിറങ്ങി. രഥന്റെ അനിയത്തി മോണിക കതകിനടുത്ത് കയ്യിൽ ആർത്തി തട്ടുമായി നിൽക്കുകയായിരുന്നു. അവൾ ആരതി എടുക്കാൻ തുടങ്ങി. ഏട്ടത്തി, നിങ്ങളുടെ മുഖമൊന്ന് നിവർന്ന് കാണിക്കേ. മോണിക ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പോലും ഋഷിത തന്റെ തല നിവർത്താതെ നിന്നുകൊണ്ടിരുന്നു. മരുമകൾ നാണിക്കുകയല്ലേ മോണിക, നീ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? മോണിക ആരതി എടുത്തു. എന്നിട്ട് കല്യാണ പെണ്ണിന്റെ മുൻപിൽ ആ കലസം വെച്ചു. കല്യാണ പെണ്ണ് ആ കലസം കാലുകൊണ്ട് തള്ളി. അവൾ കാലുകൊണ്ട് അത് തള്ളിയതും തന്നെ കലസം കാറ്റത്ത് പറക്കാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ദൂരം ചെന്ന് താഴേക്ക് വീണു. ഇത് കണ്ടിട്ട് എല്ലാരും ഞെട്ടിപ്പോയി. സമയം രാവിലെയായി. രഥന്റെ വീട്ടിൽ രാവിലെ എല്ലാരും എണീറ്റതിനു ശേഷം നോക്കിയപ്പോൾ വാതിൽക്കൽ കാലുകളുടെ പാദങ്ങൾ തലകീഴായി ചുവന്ന നിറത്തിൽ പതിഞ്ഞിരുന്നു. ഈ കാലുകളുടെ പാദങ്ങൾ എന്തിനാ ഇങ്ങനെ തലകീഴായിരിക്കുന്നത്? അതെ, ഏട്ടത്തി അകത്തേക്കല്ലേ പോയത്, പിന്നെ എന്തിനാ ഇങ്ങനെ തിരിഞ്ഞു കാണിക്കുന്നത്? ഒരു പക്ഷേ കാല് തിരിഞ്ഞിരിക്കുന്നു. ഒന്ന് മിണ്ടാതിരിക്കടാ. അവൾ എന്താ പ്രേതമാണോ അവളുടെ കാല് തലകീഴായിരിക്കാൻ? എന്നാൽ ഇത് ആരുടെ കാൽപാദങ്ങളാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്നലെ രാത്രി ഏട്ടത്തി കലസം കാലുകൊണ്ട് ചവിട്ടിയപ്പോൾ കലസം ഒരുപാട് ദൂരെ ചെന്ന് വീണല്ലോ. പക്ഷെ ഏട്ടത്തി വളരെ പതുക്കെയാണ് ആ കലസം ചവിട്ടിയത്. അതെ, എനിക്കും അത് ഓർമ്മയുണ്ട്. ഒരുപക്ഷെ ഏട്ടത്തിയുടെ കാലുകൾ ഉൾട്ടയായിരുന്നാൽ അത് ഏട്ടന് വലിയ പ്രശ്നമാകും. അവർ കാശ്മീരിലേക്ക് പോകണമെന്ന് കരുതിയാൽ കന്യാകുമാരിയിൽ ചെന്നെത്തും. രഥൻ തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവളുടെ കാല് നന്നായി ശ്രദ്ധിച്ചു നോക്കി. എന്തിനാ അങ്ങനെ തുറച്ചു നോക്കുന്നേ? ഇല്ല, ഒന്നുമില്ല. അത് എന്താന്ന് വെച്ചാ ഗൊളുസിനെ കണ്ടു ഭംഗിയായിട്ടുണ്ടല്ലേ, അത് ഞാൻ തന്നെ നിനക്ക് വേണ്ടി വാങ്ങിയത്. ഒരുപക്ഷെ എന്റെ കാല് തലതിരിഞ്ഞിരിക്കുകയാണെന്ന് നോക്കിയതാണോ? ഇല്ല ഇല്ല, പക്ഷെ നിനക്ക് എന്താ അങ്ങനെ തോന്നിയത്? ഇല്ല, ഇപ്പോൾ നിങ്ങൾ പുറത്ത് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ, സിറ്റ് ഔട്ടിൽ തലകീഴായ കാലടയാളങ്ങളുണ്ടല്ലോ, അതാ ഞാൻ ചോദിച്ചത്. ചേടാ, അങ്ങനെ ഒരു കാര്യവും ഇല്ല. ഇന്ന് രഥന്റെ വീട്ടിൽ ആദ്യത്തെ ചടങ്ങിന്റെ ദിവസമാണ്. ഋഷിത എല്ലാവർക്കും രുചിയുള്ള പലഹാരം എന്തോ ചെയ്യുകയാണ്. അപ്പോഴാണ് അടുത്ത വീട്ടിലെ മീനു അവിടേക്ക് വന്നത്. വാ മീനു, നീ വന്നത് നല്ല സമയമാണ്. ഇന്ന് എന്റെ മരുമകൾ പാചകം ചെയ്യുന്ന ചടങ്ങാണ്. അവൾ ചെയ്യുന്നത് കഴിച്ചിട്ട് പറ എന്റെ മരുമകൾ എങ്ങനെ പാചകം ചെയ്യുന്നുവെന്ന്. രഥൻ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ചെന്ന് രഷിതയെ സഹായിക്കേ. നടക്കുന്ന ചടങ്ങ് അവൾക്കാണ്, ഞാൻ എന്ത് സഹായം ചെയ്യാനാ? അതുമാത്രമല്ല, പാചകം ചെയ്യുന്നത് എന്റെ ജോലിയല്ല. രഥൻ, എന്ത് സംസാരമാണിത്? ആണുങ്ങൾ കഴിക്കാം, പക്ഷെ പാചകം ചെയ്യാൻ പാടില്ലേ? ആൺകുട്ടികളും വെറും കൈയോടെയാണ് ജനിക്കുന്നത്, പെൺകുട്ടികളും വെറും കൈയോടെയാണ് ജനിക്കുന്നത്. നീ എന്താ കരുതിയത്, ദൈവം സ്ത്രീകൾക്ക് മാത്രം അടുപ്പ് കൊടുത്തയക്കുന്നോ? നിങ്ങൾ ചോദിക്കുന്ന പ്രശ്നത്തിന് ഉത്തരം പറയുന്നതിന് പകരം ഞാൻ കിച്ചണിലേക്ക് പോയി അവൾക്ക് സഹായം ചെയ്യാം. രഥൻ രഷിതയെ കിച്ചണിൽ സഹായിക്കാനായി ചെന്നു. അപ്പോൾ അവൻ നോക്കി, ഋഷിത ഒരു സ്പൂണും ഉപയോഗിക്കാതെ അവൾ തന്റെ കൈകൊണ്ട് തന്നെ ചൂടുള്ള പായസം എല്ലാവർക്കും വിളമ്പുകയാണ്. ഇത് കണ്ടിട്ട് രഥൻ ആകെ പേടിച്ചുപോയി. നീ എന്താ ചെയ്യുന്നു? കയ്യില് തീ പടാൻ പോകുന്നു. എനിക്ക് സ്പൂണ് കിട്ടിയില്ല, അതുകൊണ്ടാ കൈകൊണ്ടെടുത്തത്. അപ്പോഴാണ് മീനുവിന്റെ ബോയ്ഫ്രണ്ട് രാകേഷ് അവളെ തേടിക്കൊണ്ട് രഥന്റെ വീട്ടിലേക്ക് വന്നത്. അവൻ ഫുള്ളായി ഡ്രിങ്ക്സ് ചെയ്തിരുന്നത് പോലെ തോന്നി. മീനു, ഇതെന്ത് കളിയാണ്?
രാത്രി 12 മണി വരെ നിങ്ങൾ എന്താ ചെയ്യുന്ന? വീണ്ടും കുടിച്ചിട്ട് വന്നിരിക്കുകയാണോ? ലഹരിയിലാണല്ലേ നിങ്ങൾ? ഞാൻ ലഹരിയിലാണോ? നീയാണ് ലഹരിയിലുള്ളത്. നീ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ എന്റെ കൂട്ടുകാരിയെ കാണാൻ വന്നതാണ്. കുറച്ചെങ്കിലും നാണമുണ്ടോ നിനക്ക്? രാത്രിയിൽ ഇവിടെ അളയുന്നു, നിനക്ക് നാണമില്ലേ? ദേ നോക്കൂ രാകേഷ്, ഒന്ന് സമാധാനമായി സംസാരിക്കുക. അവളെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നീ വായടയ്ക്ക്. ഇവൾ എന്റെ ഭാര്യയാണ്. എന്റെ ഇഷ്ടത്തിന് ഞാൻ പറയും. രാകേഷ്, നിങ്ങൾ ദിവസവും കുടിച്ചിട്ട് വരികയാണ്. ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരവുമില്ല. അധികാരം ഇല്ലേ? നീ എന്റെ ഭാര്യയാണ്. നിന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. രാകേഷ് മീനുവിനെ അടിക്കാനായി കൈ പൊക്കി. അപ്പോൾ ഋഷിത സച്ചുന്നിയുടെ രൂപത്തിൽ മാറി. സച്ചുന്നിയുടെ ചുവന്ന സാരി, അഴിഞ്ഞുകിടക്കുന്ന മുടി, പിന്നെ കൺമഷി കൊണ്ട് എഴുതപ്പെട്ട കണ്ണുകൾ കണ്ടിട്ട് രതനും അവന്റെ വീട്ടിലുള്ളവരും പേടിച്ചുപോയി. സച്ചുന്നി ഭയങ്കരമായ ചിരി ശബ്ദത്തോടുകൂടി രാകേഷിനെ നോക്കി വരാൻ തുടങ്ങി. ആരെങ്കിലും എന്നെ രക്ഷിക്കൂ, രക്ഷിക്കൂ. സച്ചുണ്ണിയെ കണ്ടതും മീനുവും പേടിച്ചുപോയി. പിന്നെ തന്റെ ഭർത്താവ് രാകേഷിൽ നിന്നും ഒരുപാട് ദൂരെ ചെന്നു. സച്ചുന്നി വീണ്ടും വീണ്ടും ഭയങ്കരമായ ശബ്ദത്തോടെ ചിരിക്കാൻ തുടങ്ങി. അവളുടെ ആ ഭയങ്കരമായ ചിരി ശബ്ദം ആ ഗ്രാമം മുഴുവനും കേട്ടു. സച്ചുന്നി രാകേഷിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവന്റെ കഴുത്ത് പിടിച്ചു പൊക്കി അവനെ മുകളിലേക്ക് എടുത്തു. രാകേഷ് കുറച്ചു സമയം കൊണ്ട് തന്നെ തന്റെ ജീവൻ വെടിഞ്ഞു. സച്ചുന്നി എല്ലാവരുടെ മുൻപിൽ വെച്ചും രാകേഷിന്റെ രക്തം കുടിച്ചു. രക്തം കുടിച്ചതിനു ശേഷം ഋഷിത അതേ സ്ഥലത്ത് മയങ്ങി താഴേക്ക് വീണു. എന്റെ ഏട്ടത്തി സച്ചുണ്ണിയോ? എന്റെ ഭാര്യ രക്തം കുടിക്കുന്നു. ഏട്ടാ, എല്ലാ ഭാര്യമാരും രക്തം കുടിക്കും. പക്ഷെ കാര്യം എന്താണെന്നാൽ ഏട്ടത്തി സച്ചുണ്ണി. ഗ്രാമത്തിലുള്ളവരെല്ലാവരും തലവന്റെ വീട്ടിൽ ചെന്ന് കൂടി നിന്നു. പിന്നെ രാകേഷ് കൊല്ലപ്പെട്ട കാര്യം അദ്ദേഹത്തോട് എല്ലാവരും പറഞ്ഞു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പേടി കാരണം ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങി. തലവൻ സാറെ, കുറച്ച് ദിവസങ്ങളായിട്ട് മരത്തിന്റെ താഴെ സച്ചുണ്ണിയെ കാണാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ എന്താ കരുതിന്ന് വെച്ചാൽ അവൾ ഗ്രാമത്തിൽ നിന്ന് പോയിന്ന് കരുതി. പക്ഷേ അവൾ ഇപ്പോൾ എന്റെ ഭാര്യയുടെ ശരീരത്തിൽ കയറി. നീ എങ്ങനെയാണ് ഉറുതിയായിട്ട് പറയുന്നു നിന്റെ ഭാര്യന്റെ അകത്ത് സച്ചുണ്ണിയാണ് ഉള്ളത് എന്ന്? ഇന്നലെ എന്റെ കണ്ണുകൊണ്ട് അവളെ കണ്ടതാണ്. തല വിരിച്ചിട്ടിട്ട് കണ്ണു മുഴുവതും മയ്യ്. അവളുടെ സംസാരം വളരെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നിന്റെ ഭാര്യ മേക്കപ്പ് ഇടാതപ്പോൾ നീ കണ്ടിട്ടുണ്ടാവും. ഇല്ല തലവൻ സാറേ, അവൾ എല്ലാവരുടെ മുൻപിലും രാകേഷിനെ കൊന്നിട്ട് അവന്റെ രക്തത്തിനെ ഉറിഞ്ചു കുടിച്ചു. തലവൻ സാറ് ഇത് കേട്ടിട്ട് പേടിച്ചുപോയി. അപ്പോഴാണ് ഗ്രാമത്തിലുള്ള ഒരാള് രാമു അദ്ദേഹത്തെ കാണാൻ വന്നത്. തലവൻ സാറേ, വേഗം പുറപ്പെടൂ. ആനന്ദ് വീണ്ടും അവരുടെ വീട്ടിൽ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഷടാ, ഇപ്പോൾ ആ മണ്ടൻ ചെറുക്കൻ എന്താണ് ചെയ്യുന്നത്? ആനന്ദ് അവന്റെ ഭാര്യനെ ഒരുപാട് അടിച്ചിട്ടുണ്ട്. അവന്റെ ഭാര്യ പഞ്ചായത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട്. ശരി, വാ ചെന്ന് നോക്കാം. തലവനും രാമുവും ചേർന്ന് ആനന്ദിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ നോക്കിയപ്പോൾ ആനന്ദിന്റെ ഭാര്യ രമ വാതിൽക്കൽ ഇരുന്ന് കരയുകയായിരുന്നു. റൂമ, എന്ത് ഡ്രാമ ആണ് ഇതൊക്കെ? ഈ ഗ്രാമത്തിൽ ഏതൊരു പെൺകുട്ടിയും ഏതൊരു കുറയും പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ? ആനന്ദ് എന്നെ അടിച്ചു. കണ്ടോ ഈ അടയാളം നിങ്ങൾ? ഇടയ്ക്ക് ഞാൻ നിന്നെ കുറച്ച് മിരട്ടി. അതിന് ഗ്രാമത്തിലെ ജനങ്ങളെ വർദ്ധിപ്പിച്ചു. ഇവിടെ നോക്കിയെടുത്തി ഭർത്തന്റെ കൈ ഇങ്ങനെ തന്നെ അടിച്ചുകൊണ്ടേയിരിക്കും. ഇതിന് എന്തിനാ പഞ്ചായത്തിനെ വിളിച്ചത്? അപ്പോൾ ഒരു ഭാര്യയ്ക്ക് ഒരു മുഖ്യത്വവുമില്ലേ? ഒരു പെണ്ണിന്റെ മുഖ്യത്വം വീടിനെ നോക്കേണ്ടതാണ്. നീ എന്തിനാ എല്ലാ വിഷയത്തിനും സണ്ടയിടുന്നത്? തലവൻ സാറേ, നിങ്ങൾ എന്നെ തന്നെ കുറ്റം പറയുന്നു. ആനന്ദാണ് എന്നെ അടിച്ചത്, ഞാൻ അദ്ദേഹത്തെ അടിച്ചില്ല. രതൻ തന്റെ ഭാര്യ രശ്മിതയോടൊപ്പം തന്റെ വീട്ടിലിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഋഷിത വളരെ ഉച്ചത്തിൽ നന്നായി ചിരിക്കാൻ തുടങ്ങിയത്. രതൻ രഷിതയെ നോക്കി. അവൻ നോക്കിയപ്പോൾ അവൾ സച്ചുണ്ണിയുടെ രൂപത്തിൽ മാറി. സച്ചുണ്ണി വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്നിട്ട് അവൾ കാറ്റത്ത് പറന്ന് ആനന്ദിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പുറകെ തന്നെ രതനും ഓടിക്കൊണ്ടിരുന്നു. സച്ചുണ്ണി ആനന്ദിന്റെ വീട്ടിലേക്ക് ചെന്നെത്തി. അവളെ കണ്ടതും ആനന്ദ് ആകെ പേടിച്ചുപോയി. സച്ചുണ്ണി ആനന്ദിന്റെ അടുത്തേക്ക് ചെന്നു. എന്നെ ആരെങ്കിലും രക്ഷിക്കൂ. ആനന്ദിനെ രക്ഷിക്കുന്നതിന് പകരം അവിടെ നിന്നും എല്ലാരും ഓടിച്ചെന്ന് ഒരുപാട് ദൂരെ നിന്നു. സച്ചുണ്ണി ആനന്ദിന്റെ കഴുത്തിൽ പിടിച്ച് അവനെ മുകളിലേക്ക് പൊക്കിയെടുത്തു. കുറച്ചു സമയത്തിനകം ആനന്ദ് തന്റെ ജീവൻ വെടിഞ്ഞു. തലവൻ സാറ് ഒരുപാട് ദൂരെ നിന്നുകൊണ്ട് സച്ചുണ്ണി അവിടെ നിന്നും നോക്കുകയായിരുന്നു. ഇത് മീര അല്ലേ? എന്താ തലവൻ സാറേ പറയുന്നു? ഇത് നമ്മളുടെ മീരയോ?